വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ചോദ്യങ്ങളും ഉത്തരങ്ങളും. 1. മരിച്ചവരിൽ ആദ്യജാതൻ ആര്? ഉത്തരം യേശുക്രിസ്തു. 2. യോഹന്നാനുണ്ടായ വെളിപ്പാട് ആരുടേതാണ്? ഉത്തരം യേശുക്രിസ്തുവിൻ്റെ. 3. ഭൂരാജാക്കന്മാർക്ക് അധിപതി ആര്? ഉത്തരം യേശുക്രിസ്തു. 4. ദൈവത്തിൻ്റെ വചനവും യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവുമായി താൻ കണ്ടത് ഒക്കെയും സാക്ഷീകരിച്ചത് ആരാണ്? ഉത്തരം യോഹന്നാൻ. 5. യോഹന്നാൻ ദർശനത്തിൽ കണ്ട മനുഷ്യപുത്രനോട് സദൃശ്യനായവൻ്റെ കണ്ണ് എന്തിനോടൊത്തതായിരുന്നു? ആൻസർ അഗ്നിജ്വാലയ്ക്കൊത്തത്. 6. 7 നക്ഷത്രം എന്തിനെ സൂചിപ്പിക്കുന്നു? ആൻസർ 7 സഭകളുടെ ദൂതന്മാരെ. 7. യോഹന്നാൻ എവിടത്തെ 7 സഭകൾക്കാണ് എഴുതിയത്? ആൻസർ ആസ്യയിലെ. 8. ആരുടെ കയ്യിലാണ് 7 നക്ഷത്രം ഉണ്ടായിരുന്നത്? ആൻസർ മനുഷ്യപുത്രൻ്റെ. 9. വെളിപ്പാട് പുസ്തകത്തിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന പ്രഥമ സഭ ഏതാണ്? ആൻസർ എഫെസോസിലെ സഭ. 10. ജയിക്കുന്നവന് എന്തിനാലാണ് ദോഷം വരാത്തത്? ആൻസർ 2ാം മരണത്താൽ. 11. സഹനത്തിന് പേരുകേട്ട സഭ ഏത്? ആൻസർ എഫെസോസ്. 12. വെള്ളക്കല്ലും അതിൻ്റെ മേൽ എഴുതിയിരിക്കുന്ന പുതിയ പേരും കൊടുക്കുന്നതാർക്ക്? ആൻസർ ജയിക്കുന്നവന്. 13. മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കുന്നതാർക്ക്? ആൻസർ ജയിക്കുന്നവന്. 14. ക്രിസ്തുവിൻ്റെ സാക്ഷിയും വിശ്വസ്തനുമായ രക്തസാക്ഷി ആര്? ആൻസർ അന്തിപ്പാസ്. 15. ദൈവത്തിൻ്റെ ആലയത്തിലെ തൂണാക്കുന്നത് ആരെ? ആൻസർ ജയിക്കുന്നവനെ. 16. ജീവനുള്ളവൻ എന്ന് പേരുണ്ടെങ്കിലും മരിച്ചവനാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് എവിടത്തെ സഭയെക്കുറിച്ചാണ്? ആൻസർ സർദീസിലെ സഭ. 17. വെള്ളയുടുപ്പ് ധരിക്കുന്നത് ആര്? ആൻസർ ജയിക്കുന്നവൻ. 18. ദൈവസൃഷ്ടിയുടെ ആരംഭമായവൻ ആര്? ആൻസർ ആമേൻ എന്നുള്ളവൻ. 19. സിംഹാസനത്തിൻ്റെ നടുവിലും ചുറ്റിലും ഉണ്ടായിരുന്ന 4 ജീവികളിൽ എത്ര ചിറകുണ്ടായിരുന്നു? ആൻസർ 6 ചിറകുകൾ. 20. സ്വർഗത്തിലെ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ എന്തിനോടെല്ലാമാണ് സദൃശ്യൻ? ആൻസർ സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും.